പക്വത ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വസുന്ധര. ശരിയാ മോളെ, ദമയന്തി എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. നീ എന്ത് ചെയ്താലും അവളത് തെറ്റായിട്ട് എടുക്കുന്നേ. ഞാൻ ദമയന്തി പറഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുന്നില്ല ഭാസ്കരേട്ടാ. ശിവാനിയെ ജീവനോടെ ദമയന്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ട് ഭാസ്കരേട്ടാ. എല്ലാവർക്കും നല്ലത് ചെയ്യണമെന്നുള്ള നിന്റെ ഉയർന്ന മനസ്സിനെ ദമയന്തി എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല വസു. അവളെപ്പറ്റി നമുക്ക് അറിയാവുന്നതല്ലേ ചേച്ചി. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ദമയന്തിയെ കുറിച്ചൊന്നും അല്ല, കാർത്തികയെ പറ്റി. കാർത്തിക അങ്ങനെ തന്നെ വസുന്ധര. നമ്മൾ എത്ര തവണ പറഞ്ഞു കൊടുത്താലും ഒരിക്കലും മാറില്ല. കാർത്തിക ഏതറ്റം വരെ പോവുകയാണ് അബി. അവളിപ്പോൾ ഒരുപാട് അപകടകാരിയായിട്ട് മാറിയിട്ടുണ്ട്. അല്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാർത്തിക ഇതെങ്ങനെയാ അറിയുന്നത്? സുമംഗലി ഇളയമ്മ ഫോൺ വിളിച്ച് പറഞ്ഞതായിട്ടാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും കാർത്തികയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോ ശിവാനിയെ കിഡ്നാപ്പ് ചെയ്തതും അതേ സ്ഥലത്ത് വേറൊരു പെൺകുട്ടിയുടെ ബോഡി വെച്ചതും പിന്നെ ക്യാബ് ഡ്രൈവറിനെ മാനേജ് ചെയ്തതിനെ പറ്റിയാണോ താൻ പറയുന്നത്? ഇതൊന്നു മാത്രമല്ല, അടുത്തിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ കാർത്തികയാണോന്നാ എന്റെ സംശയം. അപ്പോ ഉണ്ണിക്കുണ്ടായ ആക്സിഡന്റ്, ഓഫീസിലെ ബോംബ്, അഖിലിന്റെ അറസ്റ്റ്, ഇതൊക്കെ കാർത്തികയാണ് ചെയ്തെന്നാണോ വസു പറയുന്നത്? ഉറപ്പായിട്ടും ഭാസ്കരേട്ടാ, എൻഗേജ്മെന്റിന്റെ അന്ന് വിഷവാതകം ഉപയോഗിച്ച് ബുദ്ധിമുട്ടിക്കാൻ നോക്കിയതും കാർത്തികയാ. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും കാർത്തിക ചെയ്തുകൊണ്ടിരിക്കുക. കാർത്തിക ഒരു ക്രിമിനലായി മാറിയെന്നാണോ താൻ പറയുന്നത്? ബോംബ് വയ്ക്കുന്നത്, ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്, കിഡ്നാപ്പ് ചെയ്യുന്നത്, ഡെഡ് ബോഡിയെ മാറ്റുന്നത്, ഇതെല്ലാം കുറ്റവാളികൾ ചെയ്യുന്ന ജോലിയല്ലേ അപ്പി? ഈ കുറ്റങ്ങളെല്ലാം കാർത്തിക തനിച്ചാണ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പില്ല. അവളുടെ കൂടെ മറ്റാരൊക്കെ ഉള്ളതുപോലെ കാർത്തികയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ആരോ കളിക്കുന്നുണ്ട്. കാർത്തികയുടെ കൂടെ നിൽക്കുന്ന രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് അവളുടെ അമ്മ അംബികാദേവി, മറ്റൊന്ന് ആദിത്യനും. അപ്പോ ആ രണ്ടുപേരിൽ ഒരാൾ കാർത്തികയുടെ പുറകിലിരുന്ന് അവളെ സഹായിക്കുന്നുണ്ടോ? ആ MLAയുടെ സഹോദരി ഉണ്ടാവും. അവരാരും അല്ല ഏട്ടാ. MLA അയാളുടെ സഹോദരി എബ്രോഡിലാണ് ഉള്ളത്. ആദിത്യനും ഔട്ട് ഓഫ് കൺട്രിയാണ്. പിന്നെ കാർത്തികയുടെ അമ്മയാണെങ്കിൽ അവരുടെ ലോസായ ബിസിനസിന്റെ റിക്കവറിന് വേണ്ടി നല്ല ബിസി ആയിട്ടിരിക്കുക. എനിക്കും ആ 4 പേരിൽ ഡൗട്ടൊന്നും ഇല്ല ഏട്ടാ. വേറെ ആരോ കാർത്തികയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവര് ചെയ്ത തെറ്റ് നമ്മുടെ തലയിൽ വെക്കാനുള്ള ബുദ്ധി ആരുടേതായിരിക്കും? അതൊന്നും അറിയില്ല ഭാസ്കരേട്ടാ, കണ്ടുപിടിക്കണം. ക്ഷേത്രത്തിൽ സ്വാമിജി പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പുതിയതായിട്ട് അഖിലിന്റെ വിവാഹ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വീണ്ടും ആ സ്വാമിജിയെ കണ്ടാൽ അദ്ദേഹം എന്തെങ്കിലും പരിഹാരം പറയുമല്ലോ. സ്വാമിജി പറഞ്ഞത് നമ്മുടെ ഉണ്ണിയെ കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ള പ്രശ്നങ്ങള് കാർത്തിക കാരണം ഉണ്ടായതാ. കാർത്തികയെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ അറിയാത്ത ആ ആള് നമ്മളിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിയാ വസുന്ധര. കാർത്തികയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് എന്തോ ഒരു മോട്ടീവ് ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് ഈസി ആയിട്ട് പൊക്കാം. നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ അബി? കണ്ടുപിടിക്കണം ഭാസ്കരേട്ടാ. ഇനി മുതൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. കാർത്തികയുടെ പിന്നിൽ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. എനിക്ക് മതിയമ്മേ. കഴിക്കുമോളെ, ഈ 4 ദിവസം നീ എന്ത് കഴിച്ചോ എന്തോ. കഴിക്കേ. ചേച്ചി ഇല്ലാത്തോണ്ട് ഞാനും അമ്മയും മര്യാദയ്ക്കൊന്നും കഴിച്ചതുപോലും ഇല്ല ചേച്ചി. കിട്ടുവിനും കൂടെ വാരി കൊടുക്കമ്മേ. നീ തിരിച്ചു വന്നില്ലേ, ഇനി ഞങ്ങൾ വയറ് നിറച്ച് കഴിക്കാം. കഴിക്കേ. ഇവരുടെ ഒരു സ്നേഹവും. നിങ്ങൾ ഈ സ്നേഹം കാട്ടിലൊന്ന് നിർത്താമോ? അടുത്ത കാര്യങ്ങൾ എന്താ ആലോചിക്കും. ഇപ്പൊ ഭക്ഷണം കഴിക്കില്ലേ? അത് കഴിഞ്ഞ് ഇനി ഉറങ്ങിയാ പോരെ മുത്തശ്ശി? ഇങ്ങനെ തിന്ന് കിടന്നുറങ്ങിയാലേ നിന്റെ ഈ ചേച്ചി ആരാ കല്യാണം കഴിക്കാൻ പോന്നെ? നീ കൊച്ചുകുട്ടിയാ, കുറച്ചു നേരം വായടച്ച് മിണ്ടാതിരിക്കെ. എടി ദമയന്തി, ചുമ്മാ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ശിവാനി തിരികെ വന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് കല്യാണത്തെ പറ്റി പറ. അതിനുള്ളിലോ? എന്താ 1 വർഷം കഴിഞ്ഞിട്ട് പറയാന്നാണോ? അല്ലെങ്കിലേ അഖില് നന്ദിനിയെ കല്യാണം കഴിക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക.
എന്തായാലും ശിവാന് ജീവനോടെ ഇല്ലെന്ന് അപ്പൊ നിന്റെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ മിണ്ടാതിരുന്നേനെ. പക്ഷെ ഇപ്പോഴും നിന്റെ അമ്മ അത് ആലോചിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിന്റെ ആശയൊക്കെ മണ്ണോട് മണ്ണടിയും. അത് സത്യമാണ് കുഞ്ഞമ്മേ. ശിവാനി ഇല്ലാത്തത് കൊണ്ട് ആ നന്ദിനിയാണ് ഈ വീട്ടിലെ ചെറിയ മരുമകളെന്ന് എല്ലാരും വിചാരിച്ചു. ഞാൻ ഉടൻ തന്നെ പോയി അമ്മയോട് സംസാരിക്കാം. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ എന്നെ തിരികെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് സന്തോഷം ഉണ്ടാകില്ലേട്ടാ. ഏട്ട എല്ലാവരുടെ മുന്നിൽ വെച്ചും എന്നെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞതും എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നായിരുന്നാലും ഏട്ടൻ എന്റെ ഭർത്താവായി വരുമെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഇപ്പൊ ശിവാനി തിരികെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു ഏട്ടാ. എന്നെ ഉപേക്ഷിക്കില്ലല്ലോ അഖിലേട്ടാ. ഏട്ടാ, ഐ വിൽ കോൾ യു ബാക്ക്. ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോട് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? പറയടി, എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? അത് തന്നെ അമ്മേ. അമ്മയുടെ പേരക്കുട്ടിയുടെ കല്യാണം ശിവാനി അമ്മയുടെ മരുമകളാക്കാമെന്ന് എനിക്ക് വാക്ക് തന്നില്ലേ? ശിവാനി മരിച്ചു എന്ന് കരുതി ഇത്രയും നാളും വിഷമിച്ച് ഇപ്പോഴും ഒന്ന് സന്തോഷിച്ച് കണ്ടത്. ഇപ്പൊ ശിവാനി തിരിച്ചു വന്നതുകൊണ്ട് ഏടത്തി പറഞ്ഞ വാക്ക് പ്രകാരം അഖിലിനെ ശിവാനി കൊണ്ട് കല്യാണം കഴിപ്പിക്കേ. എന്താ അമ്മ ഇത്രയും ആലോചിക്കുന്നേ? അഖില് സമ്മതിക്കോ ഇല്ല എന്നാണോ? ഇല്ല വസുന്ധര, എങ്ങനെയെങ്കിലും അഖിലിന്റെ നന്ദിനിയുടെ കല്യാണത്തിന് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. പക്ഷേ അമ്മ ദമയന്തിക്ക് വാക്ക് കൊടുത്തിരിക്കല്ലേ അഭി? നന്ദിനിയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അഖില് പറഞ്ഞതല്ലേ ഭാവനെ? അതിനുശേഷം പാവം നന്ദിനിയുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായി കാണും. ഇനി അത് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? പറ്റില്ലെന്നുള്ളൊരു വാക്കിന് സ്ഥാനമില്ല വസുന്ധര. അഖിലിന്റെ നന്ദിനിയുടെ കല്യാണം ഫിക്സ് ആണ്. പക്ഷെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. വീണ്ടും പ്രശ്നം ഉണ്ടാകും അഭി. അമ്മ സമ്മതിച്ചാലും ദമയന്തി സമ്മതിക്കില്ലല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി നന്ദിനി നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ശിവാനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അവൾ ഇനി ജീവനോടെ ഇരിക്കില്ല, വീണ്ടും മരിക്കാൻ ശ്രമിക്കും. പറയെടുത്തി, മരണത്തിന് തിരിച്ചു വന്ന ശിവാനിയെ ഏടത്തിയുടെ പേരക്കുട്ടിയെ കൊല്ലാൻ പോവാണോ? ദമയന്തിയോട് വീണ്ടും അന്യായം കാണിക്കോ? അഖിലിനെ വിളിക്കേ, ഞാൻ സംസാരിക്കാം. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അമ്മയോടൊന്ന് സംസാരിക്കാം. അമ്മ തീർച്ചയായും സമ്മതിക്കും. ആദ്യം ദമയന്തിയെ സമ്മതിപ്പിക്കണം അഭി. ദമയന്തി പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ ദമയന്തി പിന്നെ സൈലന്റ് ആവും. അമ്മയോട് മാത്രമല്ല ശിവാനിയോടും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ശിവാനിയെ കൊണ്ട് സമ്മതിപ്പിച്ച ദമയന്തി മിണ്ടാതിരിക്കും. ശിവാനിയോട് ഞാൻ സംസാരിക്കാം. എന്തുപറ്റി അമ്മേ? എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. നിന്റെ കല്യാണക്കാരിയോ അഖിൽ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, നന്ദിനി മാത്രമേ കല്യാണം കഴിക്കൂന്ന്. പക്ഷേ നീ ശിവാനിയാണ് കല്യാണം കഴിക്കേണ്ടത്. ഞാൻ ദമയന്തിക്ക് വാക്കു കൊടുത്തു. നിനക്ക് വേണ്ടി ശിവാനി തന്റെ ജീവൻ വരെ വെടിയാൻ തയ്യാറായോളാ. അങ്ങനെ അല്ലമ്മേ, ഞാൻ എന്നോടൊന്നും പറയണ്ട അഖിൽ. എന്റെ മനസ്സ് താങ്ങില്ല. ആ കാര്യം നിനക്കും അറിയാം. എന്റെ വാക്ക് ധിക്കരിച്ച് നീ ശിവാനിയെ വിട്ട് നന്ദിനിയെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ നിന്റെ ഇഷ്ടം. നീ ശരിയെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ജ്യോത്സ്യരെ വിളിച്ച് മുഹൂർത്തത്തിനുള്ള തീയതി കുറിക്കാം. നാളെ അമ്മയോട് ശിവാനിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് പൂജാരിയെ വീട്ടിലേക്ക് വിളിച്ച് എൻഗേജ്മെന്റിനുള്ള മുഹൂർത്തം ഫിക്സ് ചെയ്യാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഏട്ടാ. ഈ കാര്യം അറിഞ്ഞാൽ നന്ദിനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും.
ഡോക്യുമെന്റ്സ് പെട്ടെന്ന് തന്നെ റെഡിയാക്കണം ലോയ് സർ. ശരി മാഡം, നാളെ ഈവനിംഗ് തന്നെ എല്ലാം തന്നേക്കാം. നാളെ തന്നെ വസുന്ധരയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങാം. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലീഗൽ പ്രശ്നവും വരാതെ ഞാൻ പേപ്പേഴ്സ് റെഡിയാക്കി തരാം. നാളെ തന്നെ നിങ്ങളെ ഏൽപ്പിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവാതെ സമാധാനമായിരിക്കും. താങ്ക് യു ലോയർ സർ. എന്തു പറ്റി കാർത്തികേ? എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് നീ എന്താ മിണ്ടാത്തെ? ആ വസുവേടത്തെ വീണ്ടും എന്റെ കർണത്തടിച്ചു. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ശിവാനി അവർ കണ്ടുപിടിച്ച് രക്ഷിച്ചു. ശിവാനി മരിച്ചുപോയില്ലെന്നും ഞാനാണ് അവളെ കിഡ്നാപ്പ് ചെയ്തെന്നും വസുവേട്ടത്തെയും അഭിയേട്ടനും കണ്ടുപിടിച്ചു. എന്നെ തല്ലി അവർ ശിവാനിയെ രക്ഷിച്ചു കൊണ്ടുപോയി. നീ എന്താ ഇതൊക്കെ ശ്രദ്ധിക്കാതിരുന്നത്? ക്യാബ് ഡ്രൈവറിന് ഞാൻ കൊടുത്ത പണം അവന് തികഞ്ഞു കാണില്ല. അതായിരിക്കും എന്നെ കാട്ടിക്കൊടുത്തത്. കണ്ടില്ലേ, ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കാനേ പാടില്ല. വസു നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ? അവരെന്റെ ജീവൻ എടുത്തേനെ. പ്രഗ്നന്റ് ആയിരുന്നതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. നീ പറഞ്ഞതുപോലെ ആ അഭിയും വസുവും വളരെ ഡേഞ്ചറാണ്. എന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും അവരെ കൊന്നുകളഞ്ഞേനെ. ഓരോ തവണയും ഞാനാ തോൽക്കുന്നത്. ഒരു തവണ എന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ അഭിയേട്ടനെയും വസുവേട്ടത്തെയും എനിക്ക് തോൽപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഓരോ പ്രാവശ്യവും ഞാനാ അപമാനിക്കപ്പെടുന്നത്. ഞാനാ വീണ്ടും വീണ്ടും തല്ലു വാങ്ങിക്കൂട്ടുന്നത്. എന്നെ ആലോചിച്ച് എനിക്ക് എന്നെ വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. നീ ഡിപ്രസ് ആകട്ടെ കാർത്തികേ. ആൻഡ് ഡോണ്ട് വറി, നമുക്കും സമയം വരുമല്ലോ. എപ്പോഴാ മാഡം വരുന്നത്? നാളെ വരെ നീ ഒന്ന് സമാധാനിക്കേ. നാളെ എന്ത് അത്ഭുതം നടക്കുന്നേ? വൈകുന്നേരത്തിനുള്ളിൽ ലോയർ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വസുവിനെ കൊണ്ട് കയ്യൊപ്പിടിപ്പിച്ചിട്ട് അതിനുശേഷം ഉണ്ണിയും അവളുടെ സ്വത്തും എല്ലാം എനിക്ക് സ്വന്തമായി മാറും. അവിടെ വസു ഉണ്ണിയെ നഷ്ടപ്പെട്ട വിഷമത്തിൽ നിൽക്കും. അവരുടെ സ്വത്ത് മുഴുവൻ നശിപ്പിക്കാം. ആ സമയത്ത് നീ എങ്ങനെ വേണമെങ്കിലും പ്രതികാരം ചെയ്തോ. ഇതുവരെ എത്ര വട്ടം അവൾ നിന്റെ ചെകിട്ട് തടിച്ചിട്ടുണ്ടോ, എത്ര തവണ തോൽപ്പിച്ചോ, എല്ലാം ചേർത്ത് വെച്ച് അവൾക്ക് നല്ലൊരു പണി കൊടുക്കാം. ആ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മാഡം. ഞാനിപ്പോ എന്റെ മുത്തശ്ശിയുടെ വീട്ടിലാ. എപ്പോഴത്തെയും പോലെ എനിക്ക് അങ്ങനെ പുറത്തു വരാനൊന്നും പറ്റില്ല. സമയം നോക്കി ഞാൻ നിന്നെ വിളിച്ചോളാം. പാർട്ടി ചെയ്യാം. See you soon. ഈ നന്ദിനിയെ കണ്ടിട്ട് അഖിലേട്ടന് എന്താണാവോ തോന്നിയത്? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇവളെ കുറ്റപ്പെടുത്തിയോ വഴക്ക് കേൾപ്പിച്ചിട്ടോ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്ത് ചെയ്യാൻ പറ്റും? ചീപ്പ് എടുത്തോണ്ട് വരാൻ മറന്നുപോയല്ലോ. ആ എണ്ണക്കുപ്പി അവിടെ വെച്ച് നീ എനിക്ക് വലിയ ഉപകാര ചെയ്തത്. ആ എണ്ണയെല്ലാം തറയിലൊഴിച്ച് അതിൽ ചവിട്ടി നീ വീണിട്ട് നിന്റെ കാലൊടിയുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിന്നെ എന്റെ അഖിലേട്ടൻ മാത്രമല്ല ഒരു പിച്ചക്കാരൻ പോലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ല. നന്ദിനി വന്ന് വഴുതി വീഴുന്ന് വിചാരിച്ചപ്പോ വസുവടുത്തിയാണല്ലോ വരുന്നേ. ഇവര് വീണ് കാലൊടിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. വസുവടുത്ത് തന്നെ വീണില്ലല്ലോ. അയ്യോ, മുത്തശ്ശിയാണല്ലോ വരുന്നേ. മുത്തശ്ശി കാല് തന്നെ ഇപ്പൊ വീഴുവാണെങ്കിൽ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ അങ്ങനെ പറഞ്ഞ ഞാനോ ഒഴിച്ചെന്ന് മുത്തശ്ശി അറിയുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും?
അയ്യോ അമ്മായി, അമ്മായി. താങ്ക് ഗോഡ് മുത്തശ്ശിക്കൊന്നും പറ്റിയില്ല. നന്ദിനി, അമ്മേ എന്തു പറ്റി അമ്മേ? എന്തു പറ്റി നന്ദിനി? അമ്മായി കാല് തന്നെ വീഴാൻ പോയി. അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും സംഭവിച്ചില്ല അബി. കൃത്യസമയത്ത് നന്ദിനി വന്ന് രക്ഷിച്ചു. കാലെങ്ങനെ സ്ലിപ്പായത്? അവിടെ എന്താ എണ്ണ വീണിരിക്കുക? ഇവിടെ ആരാ എണ്ണ ഒഴിച്ചത്? അയ്യോ, ഇവരിനി എന്നെ സംശയിക്കുമോ എന്തോ. അത് ഈ നന്ദിനി തന്നെ ഒഴിച്ചത്. എന്തിനാ എന്റെ അമ്മ തെന്നി വീണിട്ട് നട്ടലൊടിഞ്ഞ് കിടക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാനല്ല ചേച്ചി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ എണ്ണ ഒഴിച്ചത്? ഞാൻ എന്റെ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് താഴെ ഒന്നും വീണിട്ടില്ല. വെറുതെ കള്ളം പറയണ്ട. നീ എവിടെ എണ്ണ ഒഴിക്കുന്നത് ഞാൻ കണ്ടതാ. അപ്പോ നീ തന്നെ എണ്ണ ഒഴിച്ചിട്ട് എന്റെ അമ്മയെ വീഴ്ത്താൻ ശ്രമിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ എന്റെ അമ്മയെ രക്ഷിച്ചതുപോലെ അഭിനയിക്കുകയാണോ?